ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ഞാൻ ധന്യയാണ്. അപ്പോൾ നല്ല അടിപൊളി ചൂട് ചോറും നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റും പിന്നെ പേരറിയാത്ത ഒരു പയറാണ്. ഈ പയറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പയറും ചീരയും കൂടെ തോരൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു തമിഴ് കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പിന്നെ നല്ല അടിപൊളി പപ്പടം, പിന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ടുള്ള നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ എരിശ്ശേരിയാണ് കേട്ടോ. സൂപ്പറാണ്, നല്ല നീണ്ടിട്ട് എന്നാൽ നല്ല കുറുകിയ ഒരു ഐറ്റമാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ അടിപൊളി കാന്താരി ഉപ്പിലിട്ടതാണ് കേട്ടോ. നമ്മുടെ സുർക്കയിൽ കാന്താരി പിന്നെ വെള്ളവും ഉപ്പും കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉപ്പിലിട്ടാണ് കേട്ടോ ഈ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ എരിശ്ശേരിയും പപ്പടവും പിന്നെ കുറച്ച് പയറുതോരനും പിന്നെ ചിക്കനും എല്ലാം കൂടെ വച്ച് അങ്ങോട്ടൊരു പിടി പിടിച്ചാലുണ്ടല്ലോ വായിലേ കപ്പലോടും. അതാണ് സംഭവം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നീ നോക്കിക്കോ, ജനൽ തുറന്നപ്പോൾ തന്നെ ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക്. വേറെ ആരുമല്ല, നമ്മുടെ മയിലാണ് കേട്ടോ. പീക്കോക്ക് പീക്കോക്ക് സംഭവം പെൺകുട്ടിയാണ്, അതുകൊണ്ട് പീലികളൊന്നുമില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ തുറക്കുമ്പോൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പാവമല്ലേ, ഇത്തിരി ചോറ് കൊടുക്കാമല്ലോ എന്ന് വെച്ച് കൊടുത്തപ്പോൾ അഹങ്കാരി, എനിക്കെങ്ങും വേണ്ട നിൻ്റെ ചോറെന്ന് പറഞ്ഞ് അതങ്ങ് പോകുന്നുണ്ട്. നീ പോടി നിൻ്റെ പാട്ടിനെന്ന് പറഞ്ഞ് ഞാനും പോയി ഇന്നത്തെ ചോറിനുള്ള വക ഞാനും അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കും, ഞാൻ ഹരിയാനയിലാണ് ഉള്ളത്. ഇന്ന് എന്തുണ്ടാക്കും ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് വാങ്ങി വെച്ചേക്കുന്ന നമ്മുടെ മത്തങ്ങയുടെ കാര്യം ഓർമ്മ വന്നത്. നാട്ടിൽ നിന്നാണെങ്കിൽ ഈ എരിശോരി വെക്കുന്ന വൻപയർ എന്നാട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു കായും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിന്നൊരു എരിശ്ശേരി വെക്കാം കേട്ടോ. എരിശ്ശേരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ചേന, ചേമ്പ്, നമ്മുടെ ചക്ക, കപ്പ, പപ്പായ, പച്ചപ്പപ്പായ ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. ഇനി എന്നെപ്പോലെ മടിയുള്ളവരും തലേ ദിവസം വൻപയർ വെള്ളത്തിലിടാൻ മറന്നുപോയവരും ഈ ഒരു ടിപ്പ് പിടിച്ചോ കേട്ടോ. നമ്മുടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ വൻപയർ അത്യാവശ്യത്തിന് വെള്ളം, അതായത് വേകാനുള്ള വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിൽ അങ്ങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇതങ്ങ് വെന്ത് പോരും കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വരാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കപ്പ പിന്നെ നമ്മുടെ പപ്പായ, പച്ചപ്പപ്പായ, ചക്ക ഇതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് അളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മത്തങ്ങ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കട്ട് ചെയ്തിടാം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള നേന്ത്രക്കായ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്നും അധികം ഒന്നും കളയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇത് ഇവിടെ നിന്നൊക്കെ വരുന്ന ഒരു വേറൊരു ടൈപ്പ് നേന്ത്രക്കായ അല്ല, ഇതിന് നമ്മൾ പേമന്തങ്ക എന്നാണ് ഇതിനൊക്കെ നമ്മളെ നാട്ടിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതില്ല നിങ്ങളുടെ കയ്യിൽ നേന്ത്രക്കായ പച്ച ഉണ്ടെങ്കിൽ അതും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇത് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇത് വെള്ളത്തിൽ തന്നെ ഇടുന്നത് എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മുടെ കായ്ക്ക് കറുപ്പ് കളർ വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളത്തിലിടാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വൻപയർ വെന്ത് വന്നിട്ടുണ്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വൻപയർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുപയറിട്ടും ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ചെറുപയറിട്ട ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് എടുത്തൊന്ന് സ്മാഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ എടുത്തിടുക. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ 2 നമ്മുടെ പച്ചമുളകും കൂടെ നമ്മൾ ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പും കൂടെ ഇട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി അങ്ങനെയല്ലേ അതന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അവൻ അവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ, ജീരകം, വെളുത്തുള്ളി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക. വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമെന്നുള്ളവർ കുറച്ച് കൂടുതൽ ഇട്ടോളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഉപയോഗിക്കുന്ന കാശ്മീരിയാണ്, അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. നിങ്ങളുടേത് എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളകാണ്. കുരുമുളക് വീട്ടിൽ നിന്ന് പറിച്ച് ഉണക്കിയതായതുകൊണ്ട് ഇതിൻ്റെ തണ്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇതിനൊക്കെ ഇപ്പോൾ എന്നാ വില, അതുപോലെ തന്നെ ഇത് വിശ്വസിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് അധികം ഒരുപാടങ്ങ് അരങ്ങി പോവുകയും വേണ്ട, എന്നാൽ അരയുകയും വേണം. അതിനനുസരിച്ച് വേണം നമുക്കിവനെ ഒന്ന് അരച്ചു കൊണ്ടുവരാൻ. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വെച്ച പച്ചക്കറിയും നമ്മുടെ വൻപയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഒരു കല്ലിൽ ഇല്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തവി കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവനെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഉടച്ചു കൊണ്ടുവരാം കേട്ടോ. സാധാരണ നമ്മുടെ ട്രിവാൻഡ്രം ആ ഭാഗത്തൊക്കെ ഇതിനെ എരിശ്ശേരി എന്നും പറയും, ഉടച്ച് കറി എന്നും പറയും. കാരണം നല്ലപോലെ ഉടച്ചിങ്ങനെ എടുക്കുന്നതുകൊണ്ടായിരിക്കാം അതിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഉടച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, അരപ്പ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കറിക്ക് എത്രയാണോ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ചില സ്ഥലത്തൊക്കെ ഇതിന് തീരെ ഇങ്ങനെ കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലാണ്
ഈ നമ്മുടെ സ്റ്റൈലിലൊക്കെ കുറച്ച് എന്നാൽ നമ്മുടെ ആ ഒരു അനുസരിച്ച് നമുക്കിഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കി നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുള്ള വെള്ളവും വീഴ്ത്തി നല്ലപോലെ ഇവനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്നൊന്ന് കുറുകണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല രീതിക്ക് വരിക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് പരിപാടി, അതായത് നമ്മുടെ എരിശ്ശേരിയുടെ ഏറ്റവും വലിയൊരു അതെവിടാന്ന് വെച്ചാൽ അതാ ഈ ഒരു പരിപാടിയിലാണ്. അതായത് നമ്മുടെ കടുവറുക്കൽ പരിപാടി, അതായത് താളിക്കൽ. അതാ എണ്ണ വീഴ്ത്തി, അതായത് നമ്മളൊരു ചട്ടിയിൽ നമ്മുടെ വെളിച്ചെണ്ണ, അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, കുറച്ച് തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക. തേങ്ങ നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും 2 വറ്റൻ മുളകും കറിവേപ്പില മസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലോട്ട് ഒന്ന് വീത്തുമ്പോൾ ഉണ്ടല്ലോ ഒരു മണമുണ്ട്. എൻ്റെ ദൈവമേ, അടിപൊളി ഒരു മണമുണ്ട്. അപ്പം തന്നെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ബാക്കിയും കൂടെ കുറച്ച് കറിയും കൂടെ വീത്തി അതും കൂടെ വീത്തി ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ അങ്ങ് വിടുക കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുറക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുക. ഇതിപ്പോൾ നാളത്തേക്കും കൂടെ ആയതുകൊണ്ട് അപ്പം തന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി.